വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ജീവനുള്ള ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും പറയുവാനും നമ്മുടെ ആയുസ്സിൽ കിട്ടുന്നതായ ഭാഗ്യകരമായ സമയങ്ങൾക്കായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എത്ര കാലം നാം ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം കേൾക്കും നമുക്ക് അറിഞ്ഞുകൂടാ. എത്ര കാലം നാം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയും അതും നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ആ വചനമാണ് ഈ ബൈബിൾ, ഈ തിരുവെഴുത്ത്. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യനും പൂർണ്ണനല്ല, ഒരു മനുഷ്യനും അവനിൽ തന്നെ തികഞ്ഞവനുമല്ല. ദിവസം പറയുമല്ലോ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ തികവില്ലാത്ത മനുഷ്യനെ തികവിലേക്ക് നടത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപൂർണനായ മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നടത്തുന്നതാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. തെറ്റുള്ളതായ മനുഷ്യനെ
തെറ്റ് വിട്ടൊഴിഞ്ഞ് സംശുദ്ധ ജീവിതത്തിലേക്ക് നടത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം മറഞ്ഞു കിടക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു തന്ന് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ സമർപ്പണത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ പ്രചോദനം തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ തൻ്റെ ആയുസ്സിൽ ദൈവത്തോട് വാക്ക് പറയും, തീരുമാനം പറയും, ഒന്നും ആകുന്നില്ല. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 28-ാം അധ്യായത്തിലാണ് യാക്കോബ് തൻ്റെ ദൈവത്തോട് വാക്ക് പറയുന്നത്. യാക്കോബ് അന്ന് സ്വന്തം സഹോദരനായ ഏശാവിനെ പേടിച്ച് മരണഭയത്തോടെ ബെർശേബ മരുഭൂമിയിലൂടെ യാക്കോബ് ഓടുകയായിരുന്നു. അപ്പോൾ യാക്കോബ് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്, തൻ്റെ സഹോദരൻ പുറകെ വരുന്നുണ്ടോ എന്ന്. അവന് മനസ്സിലായി, ഇന്ന് ഈ സന്ധ്യ തീരുന്നതിന് മുമ്പ് ഞാൻ ഹാരാനിൽ എത്തുകയില്ല. കാരണം 600-ലേറെ മൈൽ ദൂരമുണ്ട് ഹാരാനിലേക്ക്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ നാം വായിക്കുന്നുണ്ട്, യാക്കോബ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ, ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് നിറഞ്ഞതായ യാത്രയിൽ എവിടെയോ വെച്ച് സൂര്യൻ അസ്തമിക്കുന്നതായ അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, യെരമ്യാ പ്രവാചകൻ പുസ്തകം 15-ാം അധ്യായത്തിൽ പറയും, പകൽ തീരും മുമ്പേ അവളുടെ സൂര്യൻ അസ്തമിച്ചു പോയി എന്ന്. രാവിലെ പ്രഭാതത്തിൽ മേഘപാളികളിലൂടെ നോക്കിയാൽ കാണുന്ന ഉദിച്ചുയരുന്ന സൂര്യൻ സന്ധ്യയിങ്കൽ അങ്ങ് പശ്ചിമഘട്ടത്തിൽ, പശ്ചിമാംബരത്തിൽ അങ്ങ് അസ്തമിക്കേണ്ടതായ സൂര്യൻ. എന്നാൽ ആ സൂര്യനുണ്ടല്ലോ, ഏതാണ്ട് ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് അങ്ങ് അസ്തമിച്ചു പോയി എന്നിരിക്കട്ടെ. അത് പ്രകൃതിയിൽ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതുവരെയും. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ അങ്ങ് തുടങ്ങിയതായ ജീവിതം കാലം എത്തുന്നതിന് മുമ്പ് സങ്കടക്കടലിൽ, കഷ്ടതയിൽ അവസാനിച്ചു പോകുന്ന അനേകം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെ മനുഷ്യൻ ഏകനായി കിടന്ന് വലയുമ്പോൾ, മനുഷ്യൻ ആരോ ഒരു സഹായമില്ലാതെ കിടന്ന് വലയുമ്പോൾ മനുഷ്യനെ തേടി വരുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തോടൊരിക്കൽ വാക്ക് പറഞ്ഞവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരും. ഞാൻ ഇന്നത്തെ ചിന്തയിലേക്ക് വരട്ടെ. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 3-ാം വാക്യം നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചിട്ട് തുടർന്നുള്ള ഭാഗം പറയാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം യാക്കോബിൻ്റെ ജീവിതത്തിൽ ഏതാണ്ടൊരു അവസാന കാലത്തോടെടുക്കുന്ന സമയമാണ്. യാക്കോബ് ശരിക്കും വലഞ്ഞു. കാരണം യാക്കോബിൻ്റെ ജീവിതത്തിൽ പഴയകാലം ഓർമ്മയുണ്ട്. അന്ന് ബെർശേബ മരുഭൂമിയിൽ അത്രയും കാലം ലാളിച്ചോമനിച്ച് വളർത്തിയ അമ്മ കൂടെയില്ല, അപ്പൻ കൂടെയില്ല, സഹോദരനെ പേടിച്ചാണ് ഓടുന്നത്, ബന്ധുമിത്രാദികളില്ല, വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഒരു പേടിയോടെ അവിടെ കിടന്നുറങ്ങുമ്പോൾ അന്ന് ആ രാത്രി സ്വർഗത്തിലെ ദൂതന്മാർ യാക്കോബിൻ്റെ അരികിൽ നിൽക്കുന്നത് കണ്ട് യാക്കോബ് ഞെട്ടിയുണർന്നു. യാക്കോബ് നോക്കിയപ്പോൾ കണ്ടതെന്താണ്? സ്വർഗത്തോളം എത്തുന്നൊരു കോവണി. ആ കോവണിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ആയിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം. കയറുന്നു, ദൂതന്മാർ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് കയറുന്നു, മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. എന്തൊരു അത്ഭുതകരമായ കാഴ്ച! പെട്ടെന്ന് യാക്കോബ് ഞെട്ടി. എൻ്റെ അടുക്കൽ നിന്ന് ദൂതന്മാർ മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ അടുക്കൽ ദൈവദൂതന്മാരുണ്ടായിരുന്നുവോ? അയ്യോ, ഞാൻ എൻ്റെ 15 വയസ്സ് വരെ എൻ്റെ മുത്തച്ഛനായ അബ്രഹാം പിതാവിൻ്റെ നാവിൽ നിന്ന് കേട്ടതായ ഓരോരോ അനുഭവങ്ങളുണ്ട്. ദൈവദൂതന്മാർ സന്ദർശിക്കുന്ന അനുഭവം അബ്രഹാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മുത്തച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ കൂടാരവാതിൽക്കൽ തല കുമ്പിട്ട് സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ 3 പുരുഷന്മാർ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരനുഭവമാണോ? എത്രയെത്ര അനുഭവങ്ങൾ! ഈ അനുഭവങ്ങളിലൂടെയെല്ലാം നടത്തിയ എൻ്റെ പിതാവിൻ്റെ പിതാവായ അബ്രഹാം പിതാവ്, എൻ്റെ അപ്പനായ ഇസ്ഹാക്ക്, അവരെയെല്ലാം ദൈവം നടത്തിക്കൊണ്ടുപോകുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ അരികിൽ ദൈവം ഉണ്ടെന്നോ? ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞവനല്ലോ. പെട്ടെന്ന് യാക്കോബിൻ്റെ ഉള്ളൊന്ന് കാണുന്നുണ്ട്. ചില സൂത്രങ്ങളും ചില കൗശലങ്ങളും എല്ലാം കയ്യിലുണ്ട്. പക്ഷേ ഇങ്ങനെയെല്ലാം ആണെങ്കിലും എന്നെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നോ?
എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ ദൈവത്തിൻ്റെ ദൂതൻ നിന്നെ കാക്കുമെന്ന് 91 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ, നാം വീണ നിലംപരിചായി പോകാതെ നമ്മെ കാത്തു പരിപാലിക്കുന്നൊരു ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹം നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ട്. ആ പിന്നാലെ നടക്കുന്ന ദൈവസ്നേഹത്തെ പണ്ട് ഫ്രാൻസിസ് തോംസൺ എന്ന് പറയുന്ന കവി പറഞ്ഞു, സ്വർഗത്തിലെ വേട്ടനായ എന്ന്, ദ ഹൗണ്ട് ഓഫ് ഹെവൻ. ആദ്യം അങ്ങ് മെഡിസിൻ പഠിക്കാൻ പോയി, പൂർത്തീകരിച്ചില്ല. പിന്നെ സുവിശേഷം വചനം പഠിക്കാൻ പോയി, ബൈബിൾ സെമിനാരിയിൽ പോയി, അതും പൂർത്തീകരിച്ചില്ല. മദ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും അടിമത്തത്തിൽ ജീവിക്കുമ്പോൾ ഏതോ ചില കവിതകളൊക്കെ കുത്തിക്കുറിച്ചു. ആ മനുഷ്യനെ വിൽഫ്രഡ് മെയ്നൽ എന്ന് പറയുന്ന ഒരാൾ കണ്ടെത്തി ദൈവത്തിങ്കിലേക്ക് നടത്തിയ കാലത്ത് ഫ്രാൻസിസ് തോംസൺ പറഞ്ഞു, ഞാൻ സെമിനാരിയിൽ പോയി പഠിക്കാൻ പോയ കാലത്തും, ഞാൻ മെഡിക്കൽ സയൻസ് പഠിക്കാൻ പോയ കാലത്തും, വഴിയോരത്ത് ഛർദ്ദിച്ച് നടന്ന കാലത്തുമെല്ലാം എൻ്റെ പിന്നാലെ നടന്നൊരു ദൈവസ്നേഹമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തെ ഞാൻ എങ്ങനെ വർണ്ണിക്കേണ്ടു? ദ ഹൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ വേട്ടനായ. ആ സ്വർഗത്തിൻ്റെ സ്നേഹം എന്നെ ഒരു നാൾ കടന്നു പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ എൻ്റെ ഉള്ളം ആനന്ദം കൊണ്ട് തുള്ളുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളം ആനന്ദം കൊണ്ട് തുള്ളുന്നുണ്ടോ? ഇന്ന് നാം ഒരു കൂട്ടായ്മയായി ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എത്രയോ പൂർവികർക്കോ, നമ്മുടെ എത്രയോ സഹോദരങ്ങൾക്കോ, നമ്മുടെ എത്രയോ ബന്ധുമിത്രാദികൾക്ക് കിട്ടാത്തതായ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത്. നാം എങ്ങനെ ജീവിച്ചവരായിരുന്നു? നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നല്ല ചിട്ടയുള്ള ഉള്ളവരുണ്ടായിരുന്നു, പ്രാർത്ഥനയുള്ള ജീവിതമുള്ളവരുണ്ടായിരുന്നു. ഒരു ഞായറാഴ്ച പോലും പള്ളിയിൽ പോകുന്ന, അത് മുടക്കാതെ ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ പോകുന്നവരുണ്ടായിരുന്നു. എന്നാൽ നാമോ അങ്ങനെയൊന്നും ജീവിച്ചവരല്ല. നാം ജീവിച്ചത് എങ്ങനെയാണ്? നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചു. ഞാൻ പറയാറില്ലേ, എനിക്ക് തോന്നിയതുപോലെ, ഞാനൊരു പേപ്പട്ടിയെ പോലെ ജീവിച്ച മനുഷ്യനാണ്. വീട്ടിൽ കയറാതെ മുറുക്കി ചോപ്പിച്ചും ബീഡി വലിച്ചും ചീട്ട് കളിച്ചും കാതിൽ മച്ചിങ്ങ കുണുക്കൂട്ടെല്ലാം നടന്ന കാലം. പെങ്ങന്മാരോട് സംസാരിക്കാതെ വീട്ടിലിരുന്ന കാലം. അമ്മയുടെ മുമ്പിൽ പോലും നല്ല വാക്ക് പറയാൻ പറ്റാത്തതായ കാലം. എല്ലാവരും വെറുത്തതായ കാലം. ഒരു ബന്ധു വീട്ടിൽ കടന്നു ചെന്നാൽ അവർ പോലും വെറുക്കുന്ന കാലം. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വെറുക്കുന്ന കാലം. എന്നാൽ ആ കാലത്താണ് നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ വന്ന് സന്ദർശിച്ചത്. യാക്കോബ് ഇപ്പോൾ അത്ഭുതത്തോടെ ഓർക്കുകയാണ്, അന്ന് ദൈവനെ സന്ദർശിച്ചപ്പോൾ, ദൈവം എന്നോട് ചില വാക്കുകൾ പറഞ്ഞപ്പോൾ. അത് വേറെ വിഷയമാണ്. ദൈവം സ്വർഗസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് എന്നോട് ചില വാക്കുകൾ പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചില വാക്കുകൾ പറഞ്ഞു. ഞാൻ തലേണയെ വെച്ച് നിന്നതായ ആ കല്ലെടുത്ത് നിവർത്തി. എന്നിട്ട് ഞാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേര് വിളിച്ചതായ കാലം. ഇപ്പോൾ യാക്കോബ് ഏതാണ്ട് 20 കൊല്ലത്തിന് ശേഷം, യാക്കോബ് ഇന്ന് ബഹുസമ്പന്നനാണ്. 600 മൈൽ ദൂരെ ഓടി അവിടെ അമ്മാവൻ്റെ വീട്ടിൽ ചെന്നു. അമ്മാവൻ്റെ 2 മക്കളെ വിവാഹം കഴിച്ചു. 11 മക്കൾ ഇതിനോടകമുണ്ട്. ദാസന്മാരുണ്ട്, ആടുമാടുകളുണ്ട്, എല്ലാമുണ്ട് യാക്കോബിന്. പക്ഷേ ഉള്ളിൽ ഒരു സ്വസ്ഥതയില്ല. ഉള്ളിൽ ഒരു ഭയം ഇങ്ങനെ നിഴലിട്ട് നിൽക്കുന്നത് പോലെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഭയങ്ങൾ വേട്ടയാടുന്നുണ്ടോ? ഏതെങ്കിലും ചില ഭയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിഴലിടുന്നുണ്ടോ? ഭയമുള്ളിടത്ത് ശരിയായ ആരാധന ഉയരുകയില്ല. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ദൈവം സ്നേഹമാണെന്ന് കണ്ടുകൊണ്ട് ദൈവത്തെ മതിമറന്ന് ആരാധിക്കുന്ന ഒരു ആരാധനയുണ്ട്. എൻ്റെ ദൈവമേ, നീ ഇത്രയും സ്നേഹമായിരുന്നു. എല്ലാം കണ്ടിട്ടും ഒന്നും കാണാത്തവനെ പോലെ ഞാൻ തെറ്റ് ചെയ്തിട്ടും ഞാൻ ആ തെറ്റ് ഏറ്റു പറഞ്ഞപ്പോൾ എൻ്റെ പാപത്തെ ക്ഷമിച്ച് എന്നെ കൈക്കൊണ്ട ദൈവസ്നേഹം, എന്നെ നടത്തിയ ദൈവസ്നേഹം, എൻ്റെ പരീക്ഷാ ഹാളിൽ എൻ്റെ കൂടിരുന്ന ദൈവസ്നേഹം, ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റെ കൂടിരുന്ന ദൈവസ്നേഹം. കർത്താവേ, ഞാൻ തോറ്റപ്പോഴും ഞാൻ നിരാശപ്പെട്ടപ്പോഴും എന്നിൽ നിന്ന് മാറാതെ നിന്ന ദൈവസ്നേഹം, ഇത്രയോ ഒരു സ്നേഹത്തെ ഞാൻ കണ്ടെത്തിയല്ലോ എന്നോർത്ത് ഭയം കൂടാതെ ദൈവത്തെ ആരാധിക്കുന്നൊരനുഭവമുണ്ട്. എന്നാൽ ഭയം വരുന്നത് ആർക്കാണ്? ഉള്ളിൽ ചില പാപങ്ങളോട് ഇന്നും യാത്ര പറയാത്തവർക്ക്. ജീവിതത്തിൽ തിരുത്തേണ്ടത് തിരുത്താതെ ഉള്ളിൽ ചില കാര്യങ്ങൾ മറച്ചു വച്ച് ജീവിക്കുമ്പോൾ അവിടെ ഭയം വരും. അപ്പോൾ ദൈവത്തെ എന്നെ സംശയദൃഷ്ടിയോടെ, ക്രൂരദൃഷ്ടിയോടെ എൻ്റെ പാപം കണ്ടെത്താൻ നിൽക്കുന്ന ഒരു ദൈവം എന്നുള്ള ചിന്ത വരുമ്പോൾ അവിടെ ദൈവമായൊരു അകൽച്ച വരും. അപ്പോഴാണ്
ചില ദൈവമക്കളെ കാണുമ്പോൾ നിങ്ങൾക്ക് അകൽച്ച വരുന്നത്, അവരുടെ മുമ്പിൽ നിൽക്കാൻ പ്രാഗൽഭ്യമില്ലാതെ വരുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരിക്കും ഒരു ദൈവഭക്തൻ്റെ, ദൈവദാസൻ്റെ ഉള്ളിലെ മനസ്സെങ്ങനെയാണത്? ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ഒരാളൊരു പാപം ഏറ്റു പറഞ്ഞാൽ ഇന്ന പാപം ചെയ്ത ആളല്ലേ എന്നല്ല ദൈവദാസൻ നിങ്ങളെക്കുറിച്ച് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഒരു മനുഷ്യൻ പാപമേറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ എല്ലാം തിരുത്തി കഴിയുമ്പോൾ, കർത്താവ് പാപം ക്ഷമിച്ചു കഴിയുമ്പോൾ, കർത്താവ് ആ മനുഷ്യൻ ഒരു പാപവും കാണുന്നില്ല. അതുപോലെ ദൈവദാസന്മാർ തൻ്റെ പ്രിയപ്പെട്ടവരെയും കാണുന്നു. കണ്ടേ പറ്റൂ. അതാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹൃദയത്തോടും ഒരു മനസ്സോടും കൂടി കൂട്ടായ്മ ആചരിക്കുന്നത് എത്ര സുഖമാണ്, എത്ര മനോഹരമാണ്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. യാക്കോബ് സ്വന്തം സഹോദരൻ വരുന്നെന്ന് കേട്ടപ്പോൾ പേടിച്ചുപോയി, ഭയം. മാത്രമല്ല, അങ്ങ് യാബോക്ക് കടവിൽ വന്നപ്പോൾ ഒരു രാത്രി തനിയെ യാക്കോബ് ശേഷിച്ചു. അതും ഭയം, പേടി. ഒരു പേടി ഇങ്ങനെ വിടാതെ നിൽക്കുന്നു. യാക്കോബിനോട് ദൈവം പറഞ്ഞു, നീ ഇത്ര കാലം എങ്ങനെ മുന്നോട്ട് പോകും? ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും? ഹോശേയ 11:1 പറയും, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ വിളിച്ചു, പക്ഷെ അവൻ എന്നെ വിട്ട് അകന്നകന്നു പോയി എന്ന്. കൊച്ചുകുട്ടിയെ അപ്പം വിളിക്കാം, ഇങ്ങ് വാടാ, അല്ലെങ്കിൽ അമ്മ വിളിക്കും, ഇങ്ങ് വന്നേ. അവൻ അങ്ങോട്ട് ദൂരേക്കാണ് ഓടിപ്പോകുന്നത്. ഒരു കളി പോലെ, അല്ലെങ്കിൽ പേടി പോലെ. ദൈവത്തിന് അവനും പറയുകയാണ്, ഇസ്രായേലിൽ ഞാൻ വിളിക്കുമ്പോൾ അവൻ പുറകോട്ട് അകന്നകന്നു പോവുകയാണ്. ഇത്രയും കാലം ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും അകന്നകന്നു പോകുന്ന ഒരു യുവാക്കളെ കേൾക്കുന്നുണ്ടോ? ദൈവസ്നേഹത്തിൽ അകന്നകന്നു പോകുന്നവര്. യാക്കോബിനെ ദൈവം തടഞ്ഞു നിർത്തി. യാക്കോബ് അവിടെ നിന്നു. യാക്കോബ് മുന്നോട്ട് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. മുൻപിൽ ഒരു കരുവേല നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ആ കരുവേലത്തിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 35-3 തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടിയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠമുണ്ടാക്കും. സ്തോത്രം. എൻ്റെ കഷ്ടകാലത്തിൻ്റെ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ട്. ഞാൻ പോയ വഴിയിൽ എൻ്റെ കൂടെ ഇരിക്കുകയും ചെയ്ത ഒരു ദൈവമുണ്ട്. യാക്കോബ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് യോസേഫിൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് യോസേഫിൻ്റെ മക്കളുടെ തലമേൽ കൈവച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൻ്റെ ദൂതൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കൂ. നാം കർത്താവിന് വരവ് താമസിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഒരു നാൾ മരണം വഴിയായി കയ്യിലേക്ക് മാറ്റപ്പെടുമ്പോൾ നമുക്ക് സാക്ഷിക്കാനും പറയാനും കഴിയും. എൻ്റെ പിതാക്കന്മാർ ആരാധിച്ച ദൈവം എന്ന് പറയാനൊന്നും എൻ്റെ കൈവശമില്ല. പക്ഷേ ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന എൻ്റെ ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൻ്റെ ദൂതൻ. ഏതെല്ലാം ദോഷങ്ങളിൽ നിന്നാണ് ദൈവം നമ്മെ വിടുവിച്ചത്? പ്രിയപ്പെട്ടവരെ, ഞാനൊരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാളാണ്. കൈയിട്ട് വാരാൻ 1000 കിട്ടും. പ്രിയപ്പെട്ടവരെ, മേലുദ്യോഗസ്ഥരെ കളിയാക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടും. ഞാൻ തികഞ്ഞ മനുഷ്യനൊന്നും അല്ല. എന്നാൽ ദോഷമാണ്, അത് തെറ്റാണ്, നിനക്ക് പാടില്ല എന്ന് പറഞ്ഞു തന്ന്, വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവീൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടത്തുന്ന ദൈവസ്നേഹം, ദോഷങ്ങളിൽ നിന്ന് വിടിവിക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ. മോനിപ്പോൾ വണ്ടി ഓവർടേക്ക് ചെയ്യല്ലേ, ആ വളവിൻ്റെ അപ്പുറത്തുനിന്നൊരു വാഹനം വരുന്നത് പോലെ ചിന്ത. നാം അത്ഭുതപ്പെടും, ശരിയാണ്. നാം പെട്ടെന്ന് കാണും ആ വളവ് തിരിഞ്ഞ ഒരു വാഹനം കുതിച്ചു പാഞ്ഞു വരുന്നു. ആ സമയത്തെങ്ങാനും ഓവർടേക്ക് ചെയ്തിരുന്നെങ്കിലോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ ഉള്ളിൽ ചിന്തകൾ തരികയാണ്, നമ്മെ വഴിതിരിച്ച് വിടുകയാണ്, ഭോഷത്വത്തിലേക്ക് പോകാതെ നമ്മെ നടത്തുകയാണ്.
എൻ്റെ കഷ്ടകാലത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എൻ്റെ കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവം. യാക്കോബിൻ്റെ കഷ്ടകാലം. ഏതാണ് ഈ യാക്കോബിൻ്റെ കഷ്ടകാലം? പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിൻ്റെ കഷ്ടകാലം ഏതാണ്? സ്തോത്രം. അത് പട്ടിണിയുടെ കാലമാണോ? ഒരിക്കലുമല്ല. അത് എല്ലാവരും വെറുക്കുന്ന കാലമാണോ? ഒരിക്കലുമല്ല. എല്ലാവരും ആക്ഷേപിക്കുന്ന കാലമാണോ? അതുമല്ല, ഒരിക്കലുമല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ദേവദാസി ഉണ്ടായിരുന്നു. 50 കൊല്ലം കിടന്ന കിടപ്പിൽ കിടന്നു. ആ കിടന്ന കിടപ്പിൽ കിടന്ന ആ ദൈവദാസിയോട് ഒരു സഹോദരി ചോദിച്ചു, ഈ കിടക്കയെ നിങ്ങൾ എന്ത് പറയും? അയ്യോ, ഇതെൻ്റെ സ്തോത്രത്തിൻ്റെ സ്ഥലമാണ്. ഈ 50 കൊല്ലവും ഞാൻ കിടന്ന കിടപ്പിൽ ദൈവത്തെ സ്തുതിച്ച സ്ഥലമാണിത്. ആ മഹതി എഴുതി ദ ക്ലൗഡ് ആൻഡ് ദ സൺഷൈൻ എന്നൊരു നല്ലൊരു പുസ്തകം. കാർമേഘവും സൂര്യപ്രകാശവും. ഞങ്ങൾക്കൊരു ആത്മീയ സഹോദരനെ അറിയാം. അങ്ങ് അട്ടപ്പാടിയിൽ ഒരാശുപത്രിയിൽ കഴിഞ്ഞ 30 വർഷമായി കിടന്ന കിടപ്പ് കിടക്കുന്ന ഒരു ആത്മീയ സഹോദരൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ എന്തൊരു പ്രത്യാശയാണ് ഇപ്പോഴും. മുഖത്ത് എന്തൊരു സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു CS മാത്യു എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദേവദാസൻ ഉണ്ടായിരുന്നു. ആ ദേവദാസന് 11 മക്കളുണ്ടായിരുന്നു. ഈ 11 മക്കളിൽ 8 പേരും മരിച്ചു. എനിക്ക് പറയാൻ എന്ത് എളുപ്പമല്ലേ, നിങ്ങൾക്കും കേട്ടിരിക്കാം. പക്ഷേ സ്വന്തം വീടിൻ്റെ മുറ്റത്ത് ഒന്നു മാറി 8 ശവസംസ്കാര ശുശ്രൂഷകൾ നടന്നു. കഷ്ടകാലം എന്ന് പറയാൻ പാടില്ലേ? പക്ഷെ അദ്ദേഹം ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് എഴുതി. അദ്ദേഹം പാടി, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഒന്നും പാടുന്നില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായി വേറെ ഒരാളെയും ഞാൻ ഈ ഉലകിൽ കാണുന്നില്ല എന്ന്. സുന്ദരനാം മനോഹര, നിന്നെ പിരിഞ്ഞ് ലോകയാത്ര എനിക്ക് വേണ്ടെന്ന്. സ്തോത്രം. കർത്താവേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന അനുഗ്രഹീതനായ ദേവദാസൻ പറഞ്ഞു, ലോകത്തിൽ മരണം എൻ്റെ മുമ്പിൽ വരട്ടെ, രോഗം എൻ്റെ മുമ്പിൽ വരട്ടെ, സുന്ദരനാ മനോഹര, നിന്നെ പിരിഞ്ഞൊരു ലോകയാത്ര എനിക്കില്ല. ദൈവം എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കില്ല. ഇത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം എനിക്കില്ല. എന്തുകൊണ്ട് ഈ കഷ്ടത, എന്തുകൊണ്ട് ഈ പരിഹാസം, എന്തുകൊണ്ട് ഈ ആക്ഷേപം, എന്തുകൊണ്ട് ഈ നിന്ന? ഇല്ല കർത്താവേ, എനിക്ക് ആ ചോദ്യമില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് കർത്താവേ? ഏത് സാഹചര്യത്തിലും ഏത് കാലത്തിലും ഏതവസ്ഥയിലും ദൈവമേ നീ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നാൽ മാത്രം മതി എന്നാണ് ദൈവവൈതലിൻ്റെ ചിന്ത. യാക്കോബിൻ്റെ കഷ്ടകാലം 20 വർഷക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം നിരന്തരം കിട്ടാത്ത കഷ്ടകാലം. 77-ാം സങ്കീർത്തനം 9, 10, 11 വാക്യങ്ങൾ. ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? എന്നാൽ അതെൻ്റെ കഷ്ടതയാകുന്നു. ദൈവം കൃപ കാണിക്കുന്നില്ലേ? അയ്യോ, എനിക്ക് വഹിക്കാൻ വയ്യ. അതെൻ്റെ കഷ്ടതയാകുന്നു. ദൈവം കോപത്തിൽ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? എന്നാൽ അതെൻ്റെ കഷ്ടതയാകുന്നു. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും മാറിപ്പോകുന്ന കാലം, അതാണ് ദൈവത്തിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത്. ദാവീദ് അബ്ശാലോം എന്ന മകനെ പേടിച്ച് ഗുഹയിലിരിക്കുന്ന കാലത്ത് ഗുഹയിൽ ആ ഉരുളങ്കല്ലുകൾ മാറ്റി നിലത്ത് മുട്ടുകുത്തിയപ്പോൾ കിട്ടിയൊരു ദൈവസമാധാനമുണ്ട്. ശൗലിനെ പേടിച്ച് ഓടി നടന്നപ്പോൾ കിട്ടിയൊരു ദൈവസമാധാനവും ദൈവ സാന്നിധ്യവുമുണ്ട്. പക്ഷേ ഇപ്പോൾ സപ്രപഞ്ചക്കട്ടിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കിട്ടുന്നില്ല. നല്ല പരവതാനിയുണ്ട്, പക്ഷേ പരവതാനി മുട്ടുകുത്തുമ്പോൾ ദൈവകൃപ കിട്ടുന്നില്ല. കാരണം പാപം ജീവിതത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ കഷ്ടത എന്ന് പറയുന്നത്. ഇയ്യോബ് 29 അതിൻ്റെ 2-ാം വാക്യം മുതൽ ഇയ്യോബ് പറയുകയാണ്, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തിന് സഖ്യത ഉണ്ടായിരിക്കുകയും
സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത ആ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. എനിക്കൊരു ശുഭകാലമുണ്ടായിരുന്നു, എനിക്കൊരു നല്ല കാലമുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്യുന്നതൻ്റെ സാന്നിധ്യം എൻ്റെ കൂടാരത്തിനുണ്ടായിരുന്നു. എൻ്റെ മക്കൾ എന്നെ ചുറ്റും ഇരുന്നൊരു കാലം, ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന നടത്തിയ കാലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശമുണ്ടായിരുന്ന കാലം. ദൈവത്തിന് സ്തോത്രം. എവിടെ നടന്നാലും, ഏത് ഊടുവഴികളിലും, ഏത് പാതിരാവിലും, ഏത് ആശുപത്രി മുറിയിലും, ഏത് ICUവിലും എൻ്റെ മുമ്പിൽ നിന്നൊരു പ്രകാശം. മനുഷ്യർ വന്നെന്നെ കല്ലെറിഞ്ഞപ്പോൾ, ആക്ഷേപശരങ്ങൾ എറിഞ്ഞപ്പോൾ, ഞാൻ കണ്ണുനീര് തൂകിയപ്പോൾ, എൻ്റെ മുഖം വാടിയപ്പോൾ, എൻ്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ച എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടിയൊരു ശുഭകാലം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ ശുഭകാലം നഷ്ടപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അയ്യോബിരുന്ന് ഏങ്ങലടിച്ച് കരയുകയാണ്. സ്വന്തം ജീവിതത്തിൽ ഒരു നീതീകരണം വന്നുപോയി, അത്രയേ ഉള്ളൂ. ഇയ്യോബിൻ്റെ കഷ്ടകാലം. പ്രിയപ്പെട്ടവരെ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കിതിൻ്റെ ഭാഗം പിന്നൊരു സ്ഥലത്തിൽ ചിന്തിക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്താൻ തുടങ്ങട്ടെ. യാക്കോബ് പറഞ്ഞു, എൻ്റെ കഷ്ടകാലം, യാക്കോബിൻ്റെ കഷ്ടകാലം ദൈവ സാന്നിധ്യമില്ലാത്ത കാലമാണ്. ദാവീദിൻ്റെ കഷ്ടകാലം ദൈവത്തിൻ്റെ കൃപ മാറിപ്പോയ കാലമാണ്. ഇയ്യോബിൻ്റെ കഷ്ടകാലം ദൈവ സാന്നിധ്യം മാറിപ്പോയ കാലമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ നിങ്ങൾ ചോദിക്കട്ടെ. യാക്കോബ് പറഞ്ഞു, ആ കരുവേലകത്തിന് മുമ്പിൽ നിന്ന് പറഞ്ഞു, ആ കരുവേലകം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉയരാൻ പോകുന്നതായ കാൽവരി ക്രൂശാണ്. ആ ക്രൂസിന് മുമ്പിൽ നിന്നുകൊണ്ട് യാക്കോബ് പറഞ്ഞു, ഇതാ ഈ കരുവേലകത്തിൻ്റെ ചുവട്ടിൽ എന്നെയും എനിക്കുള്ളതിനെയും എന്തെല്ലാം നീക്കിക്കളയാനുണ്ടോ എല്ലാം ഞാൻ സമർപ്പിക്കുകയാണ്. ഇത് പരിപൂർണമായ ഒരു സമർപ്പണം. പ്രിയപ്പെട്ടവരെ, ആ കരുവേലകത്തിൻ്റെ ചുവട്ടിൽ നിന്ന് യാക്കോബ് എഴുന്നേറ്റത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. ദൈവം പറഞ്ഞു, യാക്കോബേ, നിന്നെ ഒരിക്കൽ ഞാൻ ഇസ്രായേലായി മാറ്റിയതാണ്. നീ ഇപ്പോൾ വീണ്ടും യാക്കോബ് തന്നെയാണ്. പക്ഷേ ഇന്ന് നീ ഇസ്രായേലായി മാറുകയാണ്. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, നിങ്ങളായിരിക്കുന്ന വീട്ടിൽ, നിങ്ങളായിരിക്കുന്ന വാഹനത്തിൽ ആ കരുവേലമാകുന്ന കുരിശിതായി ഇറങ്ങി വന്നിരിക്കുന്നു. കുരിശിൽ കണ്ണ് ചിമ്മി കിടക്കുന്ന യേശു നമ്മെ നോക്കുന്നുണ്ട്. അവൻ എന്തോ ചോദിക്കുന്നുണ്ട്. അവൻ ചോദിക്കുന്നു, മകനെ, നിന്റെ ജീവിതം എനിക്ക് തരിക എന്ന്. നിന്റെ വാട്ടങ്ങളോടും ഭയത്തോടും പാപത്തോടും ആകുലങ്ങളോടും സങ്കടങ്ങളോടും കൂടി എൻ്റെ കയ്യിലേക്ക് തരിക എന്ന്. ആ പാദപീഠത്തിൽ ആര് സമർപ്പിച്ചു, ആര് ചുംബിച്ചു, അവരുടെ മേൽ ക്രിസ്തുവിൻ്റെ കരം വരട്ടെ. നിങ്ങളുടെ മേൽ കെട്ടുപോയ പ്രകാശം പരക്കട്ടെ, തീ കത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ സ്നേഹം ഉരുത്തിരിഞ്ഞ് വരട്ടെ. ദൈവ സാന്നിധ്യം മടങ്ങി വരട്ടെ. അവൻ്റെ മുഖം പ്രകാശിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എല്ലാം കൃപയാകിയാൽ സ്തോത്രം, എല്ലാം ദാനമാകിയാൽ സ്തോത്രം. കർത്താവേ, ഇതിൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, എല്ലാ മഹത്വത്തോട് മാത്രം എടുക്കണമേ. ഞങ്ങളുടെ അന്ത്യത്തോളം ഈ കൃപയിൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.